പത്തരമാറ്റിൻ്റെ കിടിലൻ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ആദർശും അനിയും ചേർന്നിട്ട് അവന്തിക കാണാൻ പോയിരിക്കുന്നത് തൻ്റെ അച്ഛനാണെന്നും അവരുമായിട്ട് ഇപ്പോഴും ബന്ധമുണ്ടെന്നും അവർ പറഞ്ഞിട്ടാണോ ഇങ്ങോട്ട് വന്നത് എന്നുള്ള ആ ഒരു ഇതൊക്കെ കണ്ടെത്തിയിരിക്കുകയാണ്. അവർ നേരിട്ട് സംസാരിക്കുന്നത് അനിയും ആദർശും കാണുകയാണ്. അങ്ങനെ അനിയും ആദർശും സംസാരിക്കുന്നുണ്ട്. ഇവർ ഇനിയിപ്പോൾ നമ്മുടെ ജ്വല്ലറിയുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടാകുമോ, നമ്മൾ തകർക്കാൻ നോക്കുന്നതോ, എന്നെ ജയിലിലാക്കിയതിന് പിന്നിലൊക്കെ ഇവരുടെ കൈകൾ ഉണ്ടാകുമോ, ഇനി അഭിയും കൂടെ അറിഞ്ഞിട്ടാണോ എന്നൊക്കെ ഇങ്ങനെ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് അനി പറയുന്നുണ്ട്, എന്തായാലും ഇവർ തമ്മിലുള്ളതൊന്നും എന്തായാലും ജലജാൻ്റെയോ അഭിയോ അറിയാൻ സാധ്യതയില്ല, അല്ലെങ്കിൽ അവരുടെ സംസാര ഭാവത്തിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ കഴിയും. പിന്നെ ജലജാൻ്റെയെ ഒരിക്കലും എന്തായാലും അവരുടെ ഭർത്താവ് അംഗീകരിക്കില്ലല്ലോ. കാരണം അന്ന് അവരുടെ ഭാഗത്ത് നിൽക്കുകയോ അവരുടെ കൂടെ പോവുകയോ ഒന്നും ചെയ്യാതെ സ്വന്തം കാര്യം നോക്കി നിന്നതല്ലേ എന്നൊക്കെ അനി ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് ആദർശം പറയുന്നുണ്ട്, അത് തന്നെയാണ്, അതൊക്കെ ഞാൻ നിന്നോട് പറഞ്ഞ കഥകൾ തന്നെയാണ്. പക്ഷേ എന്നാലും അവരെന്തായാലും ഭാര്യയും ഭർത്താവും അച്ഛനും മകളൊക്കെ ആണല്ലോ. അപ്പോൾ അതുകൊണ്ട് എങ്ങാനും ഒന്നിച്ചോ, കാരണം അവരുടെ കാര്യം ഒന്നും ഉറപ്പ് പറയാൻ പറ്റില്ല, എങ്ങോട്ടെങ്കിലും ചായുന്നൊരു കൂട്ടരാണല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് അനി പറയുന്നത്, എന്തായാലും ഇപ്പോൾ കാര്യങ്ങൾ അറിയാൻ സാധിച്ചല്ലോ, നമുക്ക് മുത്തശ്ശൻ്റെ അടുത്ത് പോയിട്ട് കാര്യങ്ങൾ അവതരിപ്പിക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് അവർ നേരെ വീട്ടിലോട്ട് പോവുകയാണ്. അങ്ങനെ ആ സമയത്ത് മുത്തശ്ശൻ പത്രം വായിച്ചുകൊണ്ട് ഡൈനിങ് ഹാളിൽ തന്നെ ഉണ്ടായിരുന്നു. അങ്ങനെ ആദർശ് നേരെ ചെന്നിട്ട് മുത്തശ്ശനോട് പറയുന്നുണ്ട്, മുത്തശ്ശ ഒരു പ്രധാനപ്പെട്ട സീരിയസ് ആയിട്ടുള്ള കാര്യം പറയാനുണ്ട്, പക്ഷേ ഇവിടെ നിന്ന് പറഞ്ഞാൽ ശരിയാവില്ല, നമുക്ക് അല്പം മാറി നിന്ന് സംസാരിക്കാമെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് മുത്തശ്ശൻ ചോദിക്കുന്നുണ്ട്, എന്താടാ ഇത്ര സീരിയസ് ആയിട്ടുള്ളത്, പ്രത്യേകിച്ച് എന്തെങ്കിലും നടന്നോ, എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായോ എന്നൊക്കെ ചോദിക്കുമ്പോൾ അതൊക്കെ പറയാം, നമ്മൾ വിചാരിക്കുന്നതിലപ്പുറമാണ് കാര്യങ്ങൾ മുത്തശ്ശ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ നീ ഇങ്ങനെ ടെൻഷൻ അടിപ്പിക്കാതെ കാര്യം പറ എന്നൊക്കെ പറയുമ്പോൾ, ഞങ്ങൾ അവന്തികയുടെ കാര്യത്തിൽ സംശയം തോന്നിയിട്ട് ഇന്ന് അവന്തികയുടെ പിന്നാലെ പോയി നോക്കിയിരുന്നു. ആ സമയത്താണ് ഞങ്ങളൊരു കാഴ്ച കണ്ടത്, ഇതൊന്ന് കണ്ടു നോക്കും മുത്തശ്ശ എന്നൊക്കെ പറഞ്ഞിട്ട് അവന്തികയും അച്ഛനും സംസാരിക്കുന്ന ആ ഒരു വീഡിയോ കാണിച്ചു കൊടുക്കുകയാണ്. ഇത് കണ്ടിട്ട് മുത്തശ്ശ ഷോക്കായിട്ട് നെറ്റിത്തെരിച്ച് നിൽക്കുകയാണ്. എന്താ ഇത് കാണുന്നത്, ഞാൻ പ്രതീക്ഷിച്ചൊരു കാര്യം തന്നെയായിരുന്നു, പക്ഷേ ഇത്ര നേരത്തെ വരുമെന്നുള്ളതോ നമ്മുടെ ഈ പ്രശ്നങ്ങൾ നടക്കുന്നതിനിടയിലേക്ക് വരുമെന്നതോ ഞാൻ പ്രതീക്ഷിച്ചതില്ല. ഇതിൽ നിന്നും നമ്മൾ പലതും കണക്ക് കൂട്ടണമല്ലോ മോനെ. ഇനി ഇവരൊക്കെ കൂടെ ചേർന്നിട്ടാണോ ഇപ്പോൾ നമുക്ക് ഓരോ കാര്യങ്ങൾ ഉണ്ടാക്കി വെക്കുന്നത്? കാരണം അയാളുടെ മനസ്സിൽ നമ്മളോട് ഇപ്പോഴും ദേഷ്യവും ഒക്കെയാണ്. യാഥാർത്ഥ്യം എന്താണ് എന്നുള്ളത് അയാൾക്കറിയില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് എനിക്ക് മനസ്സിലായി, പക്ഷേ അവരെങ്ങനെ ഇതിലേക്ക് വരും, ജ്വല്ലറിയുമായിട്ട് ഇനി എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നുള്ളതൊക്കെ നമ്മൾ കണ്ടെത്തേണ്ടിയിരിക്കുന്നു എന്നൊക്കെ പറയുന്ന സമയത്ത് മുത്തശ്ശൻ പറയുന്നുണ്ട്, അതെ, നമ്മൾ എന്തായാലും ഇതിൻ്റെ അന്വേഷണമായിട്ട് തുനിഞ്ഞ് ഇറങ്ങണം. നന്ദുവിനെ നമുക്ക് ഏൽപ്പിക്കാം, കാരണം രഹസ്യമായിട്ട് അന്വേഷിക്കാൻ വേണ്ടിയിട്ട് ഒരാളെ വിടുകയാണെങ്കിൽ നമുക്ക് ഇപ്പുറത്തെ കാര്യങ്ങൾ ചെയ്യാം, അയാൾ അത് അന്വേഷിക്കുകയും ചെയ്യട്ടെ. പിന്നെ എന്തെങ്കിലും പ്രശ്നം വരികയാണെങ്കിൽ നമുക്ക് എന്തായാലും നവീനും ഉണ്ടല്ലോ നമ്മുടെ കൂടെ, അതിനെക്കൊണ്ട് പേടിക്കാനൊന്നുമില്ല. എന്തായാലും അന്വേഷണം തുടരണം. ഇനി നമ്മുടെ അവന്തിക കാണാൻ പോകുന്നത് ആരൊക്കെയാണെന്നും ഇവർ തമ്മിലുള്ള സംഭാഷണം എന്താണ് എന്നുള്ളതും ഇവരുടെ ലക്ഷ്യം എന്താണ് എന്നുള്ളതും നമ്മൾ മനസ്സിലാക്കിയേ പറ്റുകയുള്ളൂ. തൽക്കാലം ഇക്കാര്യത്തെക്കുറിച്ച് നയനയും ദേവയാനിയും മാത്രം അറിഞ്ഞാൽ മതി, മറ്റാരും എന്തായാലും ഇക്കാര്യത്തെക്കുറിച്ച് അറിയണ്ട. എന്തെങ്കിലും സൂചന കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കഷ്ടപ്പെടുന്നതൊക്കെ വെറുതെ ആയി പോകും. എന്തായാലും നമുക്ക് പഴയ പ്രതാപവും പ്രൗഢിയും ഒക്കെ തിരിച്ച് പിടിച്ചേ പറ്റുകയുള്ളൂ. ജ്വല്ലറിക്കാർ നല്ല രീതിയിൽ കളിക്കുന്നുണ്ട്, അതിന് ഇവിടെ നിന്ന് നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെ ഒരു സപ്പോർട്ടുണ്ട്, അക്കാര്യം ഉറപ്പാണ്. കാരണം എല്ലാ കാര്യങ്ങളും ചോർത്തി കൊടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. എന്തായാലും ഒരു കുട്ടിക്കലാശത്തിനുള്ള സമയമായി, ഇനി വെറുതെ ഇരിക്കാൻ പാടില്ല. ആദ്യം അവന്തികയെയും അവരുടെ അച്ഛൻ്റെയും ഉദ്ദേശം എന്താണ്, എന്തിനാണ് അവൾ പെട്ടെന്ന് തന്നെ നാട്ടിലേക്ക് എത്തിയത് എന്നുള്ളതും നമ്മൾ കണ്ടെത്തിയേ പറ്റൂ എന്നൊക്കെ തീരുമാനിക്കുന്നുണ്ട്. അങ്ങനെ മുത്തശ്ശൻ തന്നെ ഇതിന് മുന്നോട്ട് ഇറങ്ങുകയാണ്.